തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി കെ മധു അവറുകളെ വളരെ വിനയപുരസ്സരം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നടത്തിയിട്ടുള്ള എല്ലാ അവാർഡ് പ്രഖ്യാപനവും സാധാരണയിലേക്ക് ഒരുപാട് വിവാദങ്ങളും കാലഘട്ടത്തിലും സ്ത്രീ കഥാപാത്രങ്ങൾ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ തന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് പക്ഷേ ലോകത്തിൽ തന്നെ ഇത്രയും മികച്ച കഥാപാത്രങ്ങൾ ഉൾപ്പെടുന്നു. ചിത്രങ്ങളുടെ തെരഞ്ഞെടുപ്പ് 3 കമ്മിറ്റികളുടെ മേൽനോട്ടത്തിലാണ് നടത്തിയത്. ഈ 3 കമ്മിറ്റികളും തിരഞ്ഞെടുത്ത 20 സിനിമകൾ എല്ലാ ജൂറി അംഗങ്ങളില്ല. ബഹുഭൂരിപക്ഷം ചിത്രങ്ങളും സിനിമ എന്ന മാധ്യമത്തിന്റെ സർഗാത്മകമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്താതെ പള്ളിച്ചെല്ലമ്മയായി വേഷമിട്ട ഷീലയെ 2005 അകലെ എന്ന ചിത്രത്തിലൂടെ മികച്ച സ്വഭാവ നടിക്കുള്ള ദേശീയ പുരസ്കാരവും കെ ജി ജോർജ്, അടൂർ ഗോപാലകൃഷ്ണൻ, ശ്രീകുമാരൻ തമ്പി എന്നിവരെ നമ്മൾ പുരസ്കാരം നൽകിയാണ്. സഹോദരി സഹോദരന്മാർ, 2018 ഏറ്റവും മികച്ച ചിത്രങ്ങൾ ഒരുക്കിയ ചലച്ചിത്രകാരന്മാർക്കും അഭിനേതാക്കൾക്കും സാങ്കേതിക പ്രവർത്തകർക്കുമുള്ള പുരസ്കാരങ്ങളാണ് ഇവിടെ സമർപ്പിക്കുന്നത്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ വർഷമാണ്. ഹാരിസ് ഡാനിയൽ അദ്ദേഹത്തിന് 90ാമത് വയസ്സ് കഴിയുന്ന ഡാനിയൽ പുരസ്കാര സമർപ്പണം 2018 പ്രേക്ഷക മനസ്സിൽ വിസ്മയമായി മാറിയ അഭിനേത്രി മലയാളി സ്ത്രീയുടെ ഭാവപകർച്ചകൾക്ക് പൂർണ്ണത നൽകി ശീലിക്കാണ് കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ JC ഡാനിയൽ അവാർഡ് ഇത്തവണ സമ്മാനിക്കുന്നത്. പാശം എന്ന തമിഴ് ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച ഷീല 1962 പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ഭാഗ്യജാതകത്തിലൂടെയാണ് മലയാളത്തിലെത്തുന്നത്. 1969 കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നൽകിയ ഷീല എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ AK ബാലൻ, മറ്റും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എന്നെ ഈ JC ഡാനിയൽ അവാർഡ് തിരഞ്ഞെടുത്ത ഞങ്ങളുടെ സ്വന്തം ഡയറക്ടർ ശ്രീ സേതുമാധവൻ, മറ്റും ശ്രീമതി രാണി ജോർജ്, ശ്രീ ജോൺ പോൾ, ശ്രീ നെടുമുടി വേണു, മറ്റും ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ ഡയറക്ടർ കമൽ, എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇനി അവാർഡ് ബുക്കിൻ്റെ പ്രകാശനമാണ്. KTDC ചെയർമാൻ ശ്രീ M. വിജയകുമാർ, സംഘാടക സമിതി ജനറൽ കൺവീനർ ശ്രീ V. ശിവൻകുട്ടിക്ക് നൽകിക്കൊണ്ടാണ് അവാർഡ് ബുക്ക് പ്രകാശനം ചെയ്യുന്നത്. ഇരുവരെയും പ്രകാശന കർമ്മത്തിനായി ക്ഷണിക്കുന്നു. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളുടെ വിതരണം ഇവിടെ ആരംഭിക്കുകയാണ്. അവാർഡുകൾ വിതരണം
ഗുണം. പ്രിയപ്പെട്ട മകൻ, അങ്ങനെ സിനിമാ രംഗത്ത് ശാസ്ത്രീയമായ, സാങ്കേതികമായ, ഭൗതികമായ നമ്മുടെ ഹാരിസ് ഡാനിയൽ അദ്ദേഹത്തിന് 90ാമത് വയസ്സ് കഴിയുന്ന പ്രതിഷ്ഠിക്കാൻ കഴിയട്ടെ എന്നുകൂടി ആഗ്രഹിച്ചു. ജെ.സി. ഡാനിയൽ സാറിൻ്റെയും ഹാരിസ് ഡാനിയൽ സാറിൻ്റെയും കുടുംബത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കുടുംബാംഗങ്ങളെ, സിനിമകൾ കേരളത്തിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ആദരണീയനായ മന്ത്രി ശ്രീ മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി സാറും ചെയർപേഴ്സൺ ശ്രീമതി സോന എസ് നായർ, സാബു കൃഷ്ണ എന്നിവർ അതെല്ലാം പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ഉപരി ഒരു നല്ല സാംസ്കാരിക വകുപ്പ് 25 ലക്ഷം രൂപ അനുവദിക്കും. ആദരിച്ച ജന്മനാട് കൊണ്ടെങ്കിലും നാം ആദരിച്ചില്ലെങ്കിൽ അതുകൊണ്ടാണ്. പിന്നെ ഇപ്പം ഞാൻ ഈ പിറന്നാൾ നടത്താൻ തന്നെ ഞാൻ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ സ്വന്തം ചെയർമാൻ ആ ശില്പം അവിടെ വാങ്ങിച്ച് വച്ചതിൻ്റെ കൊണ്ടാണ് ഞാനിത് ജീവിച്ചിരിക്കുന്നത്. ആരൊക്കെയാണോ ഈ പറയാറില്ല. പിന്നെ നമ്മുടെ സുരേഷ് തമ്പി, അദ്ദേഹമൊക്കെ നല്ല സപ്പോർട്ടുണ്ട് എനിക്ക്. നമ്മുടെ ജയചന്ദ്ര സാറ് സോനെ പോകരുത്, ഒന്നും വന്നാലും തളരരുത് എന്നും പറഞ്ഞ് പല പ്രശ്നങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞാൻ ജയചന്ദ്ര യാതൊരു കൃത്യതയുണ്ട് ഇതിന്. കാരണം സാറിൻ്റെ നവതി എത്രയെത്ര വർഷങ്ങൾ, എത്രയെത്ര പൂർണ്ണചിത്രന്മാരെ കണ്ടിട്ടാണ് ഇങ്ങനെയൊരു ദിനത്തിലേക്ക് ഡിജിറ്റലായിട്ട് ക്രോഡീകരിക്കുകയാണെങ്കിൽ ഒരിടത്ത് പോയാൽ ഇതിനെ കുറിച്ച് ഒരു കാലത്തിലൂടെ നമുക്ക് സഞ്ചരിക്കുവാൻ കഴിയും. അങ്ങനെയുള്ള അപ്രോച്ചുകളൊക്കെയാണ് വേണ്ടത്. എന്തായാലും ജെ.സി. ഡാനിയൽ സാറിന്റെ അശില്പത്തെ സാർ പറഞ്ഞ വലിയ 2028 മലയാള സിനിമ വഴി വെളിച്ചത്തിന്റെ ഊർജം ഏറ്റെടുത്തുകൊണ്ട് പുതിയ തലമുറ മലയാള സിനിമയെ മുന്നോട്ട് നയിക്കും. നമ്മുടെ സുരക്ഷ സാറൊക്കെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സൂര്യയിലൂടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ഇതുപോലുള്ള ഒരുപാട് പേരുടെ ഊർജവും അധ്വാനവും വഴി വെളിച്ചവും നമുക്കുണ്ട്. അത് മുറുകെ പിടിച്ചുകൊണ്ട് ജെ.സി. ഡാനിയൽ സാറിനെ പോലുള്ളവരുടെ കരുത്ത് മലയാള സിനിമയുടെ എക്കാലത്തെയും ഊർജമാക്കി നിലനിർത്തുവാൻ സാധിക്കട്ടെ. അങ്ങനെയാകട്ടെ ഈ ഓർമ്മയുടെ ശേഷപത്രങ്ങൾ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും ജെ.സി. ഡാനിയൽ എന്ന പ്രതിപാദനായ വ്യക്തിത്വത്തിന്റെ മകൻ ഹാരിസ് ഡാനിയൽ സാർ ഹൃദയപൂർവ്വം നേർന്നുകൊണ്ട് നിർത്തുന്നു. സ്നേഹം, നന്മ. ശ്രീ ജോയ് മുനിപ്പള്ളി സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തതായി ജെ.സി. ഡാനിയൽ സാറിന്റെ പേരിലുള്ള റവറൻഡ് മിസ്റ്റർ കിദിയൻ, ശ്രീ ജോയ് കെ മാത്യു എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വേദിയിൽ
ഉപവിഷ്ടരാകുവാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ അഗസ്തീശ്വരം പാഷനേറ്റ് மகிழ்வான நாளிலே தொடர்ந்து உமக்காய் வாழ்ந்திட நீர் அருள்தார். அதே போல இம்மட்டும் ஆண்டவர் வழி நடத்தினீர். இனி வருகின்ற நாட்களிலும் நீர் தம்முடைய மகனை வழி நடத்தும், ஆசீர்வதித்தருளும், நல்ல ஆரோக்கியத்தை தாரும். உடைய அன்பு மனைவிக்காக ஜெபிக்கிறோம். உடைய அன்பு குடும்பத்திற்காக ஜெபிக்கிறோம். பிள்ளைகள், மருமக்கள், பேர பிள்ளைகள் எல்லாரையும் ஆண்டவர் ஆசீர்வதித்தருளும். இந்த ஒரு சிறப்பான ஒரு நிகழ்வினை ஒழுங்கு செய்திருக்கிற ஜேசி டேனியல் ஃபவுண்டேஷனுடைய ஒவ்வொரு பொறுப்பாளர்களுக்காக, இந்த இடத்துல கூடி வந்திருக்கிற ஒவ்வொரு தமிழ் பிள்ளைகளுக்காக ஜெபிக்கிறோம். மன மகிழ்ச்சியோடு நாங்கள் எல்லாரும் இணைந்து அருமையான அன்பு தந்தையாரை வாழ்த்துகின்ற பொழுது இந்த வாழ்த்துக்கள் அவருடைய வாழ்நாள் முழுவதும் ஆசீர்வாதமாக இணைந்து அன்பு தந்தையாருடைய நல்வாழ்வுக்காக, அவருடைய ஆரோக்கியத்திற்காக ஜெபிக்கிறோம், வாழ்த்துகிறோம். இறை பிரசனம் நிறைவாய் தங்கியிருக்கட்டும். இன்னும் தொடர்ந்து நடைபெற இருக்கின்ற ஒவ்வொரு நிகழ்வுகளின் வழியாய் கர்த்ததாமே இந்த இடத்திலே ஆசீர்வாதங்களை பொழிந்தள்ள வேண்டும் என்று சொல்லி இயேசு கிறிஸ்துவின் വഴി ആയിരക്കണക്കിന് ശിഷ്യ പരമ്പര സമ്പത്ത് ഡാനിയൽ സാറിന്റെ ചടങ്ങിൽ ഏതായാലും ഈ ചടങ്ങിൽ പങ്കെടുക്കുക റിട്ടയർഡ് LIC പ്രിയങ്കരയായ ജെസി ഡാനിയൽ സാറിന്റെ പ്രിയപ്പെട്ട മകൻ. ഞാൻ കഴിഞ്ഞ 17 വർഷമായിട്ട് ആദ്യമായിട്ട് കേരളത്തിന് പുറത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും സാർ ഈ ഒരു ജന്മദിന ആഘോഷം നന്ദി രേഖപ്പെടുത്തി. ഞാനൊരു ഭാഗ്യവാൻ എന്ന് കരുതുകയാണ്. ജെസി ഡാനിയൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാമായി ജെസി ഡാനിയൽ ഫൗണ്ടേഷൻ്റെ എല്ലാമായ സോനേഷ് നായരെ അവരുടെ പ്രവൃത്തികൾ ഇതിൻ്റെക്ക് വേണ്ടി അനവരതം ഇങ്ങനെ ക്ഷീണം ചെയ്യുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും അവരോട് ഞാനൊരു അത്ഭുത സ്ത്രീയായിട്ടാണ് കാണുന്നത്. എത്ര നേരം അനുരാഗ പൗർണമിയേ മേഘമാല ചൂടുവാൻ മേഘമാല ചൂടുവാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ സഖി. കുഴി തന്നിലൊരു നീ കരയുകയോ കള്ളിപ്പണ്ണി പൂങ്കരളെ ഓർത്ത് നിൽക്കും എന്നോട് ചൊല്ലുമോ നീ. കള്ളിപ്പണ്ണി പൂങ്കരളെ ഓർത്ത് നിൽക്കും എന്നോട് ചൊല്ലുമോ നീ. മുള്ളുവാക്ക് കാരണം കണ്ണിനെ പൊഴിയുവാൻ, മുള്ളുവാക്ക് കാരണം കണ്ണിനെ പൊഴിയുവാൻ ധൈര്യശാലി തന്നെയാണ് നീ. തങ്കം നിലയിലുള്ള കുഴി തന്നിലൊരു നുള്ളു തന്നാൽ കളിക്കല്ലേ എന്ന് ചൊല്ലും പെണ്ണനെ നീ. യൗവനത്തിൻ്റെ പണക്ക് പുതക്കൊടുക്കറിയാം തങ്കം തങ്കം നീ കരയുകയോ.
ഇതെന്തായാലും സോന നായർക്ക് കൊടുത്ത ഡെഡിക്കേഷൻ അല്ല അല്ലേ? 62 എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? സർ, എനിക്ക് ഹാരിസ് സാറിനോട് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. സാറ് കേൾക്കുന്നുണ്ടോ? യൂണിവേഴ്സിറ്റിയിലൊക്കെ ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു, സ്ത്രീ വേഷത്തില് നാടകം അഭിനയിച്ചിട്ടുണ്ട്, JC ഡാനിയൽ സാർ അത് കാണാൻ വന്നിട്ടുണ്ട് എന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടു. അപ്പോ ആ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാമോ? ആ ഒരു മൊമെന്റ്സ് ഒന്ന് ഷെയർ ചെയ്യാമോ? അത് ഹ്യൂമറസ് ഡ്രാമയാണ്. only 3 scenes. പക്ഷേ അതൊരു തമിഴ് ഡ്രാമയായിരുന്നു. എനിക്ക് ആ സമയം ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മലയാളം അത്ര പിടിയില്ല. മനസ്സിലാവും, ഒരുമാതിരി സംസാരിക്കും, പിന്നെ ഇപ്പോഴും സംസാരിക്കുന്നത് പോലെ അന്ന് ഞാൻ സംസാരിക്കത്തില്ല. പക്ഷെ പാട്ടുകളൊക്കെ പാടും, മലയാള പാട്ടുകൾ എനിക്ക് ഇഷ്ടമാണ് പാട്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് മലയാളത്തിലെ പാട്ടുകൾ എഴുതി തരും, പാടി കാണിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ്. ഞാനത് തമിഴിൽ എഴുതി വെച്ചിട്ട് ഗ്രൂപ്പിലുള്ളതിൽ ഒരുത്തൻ ആണില്ല, വരുന്നില്ല, പേടിച്ചില്ല, റെസ്റ്റ് ചെയ്യാനും തമിഴിലാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ എൻ്റെ പ്രൊഫസർ, തമിഴ് പ്രൊഫസർ എന്നോട് ഡാനിയൽ എന്താ ചെയ്യുന്നത്, ഞാൻ അതൊന്നും കണ്ടിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഇങ്ങനെ ശരിയാക്കാൻ വെച്ച് ഒരുത്തനെ വിളിച്ച് ജസ്റ്റ് 2 sentences സ്പീക്ക്. We don't know the histories. പ്രവർത്തകരുമായ ശ്രീ ജോയ് കെ മാത്യു സാറിനെ ക്ഷണിക്കുന്നു. എന്ന് മാത്രമല്ല, വിദേശത്തും JC ഡാനിയലിന്റെ നാമം ഉയർത്തിക്കാട്ടുകയും കേരളത്തിൽ ആദ്യമായി മലയാള സിനിമ പിതാവിന്റെ ജന്മനാട്ടിൽ അദ്ദേഹം ആഘോഷങ്ങൾ ഇത്രയും വിപുലമായ രീതിയിൽ എല്ലാ വിശേഷങ്ങൾക്കും രഞ്ജുപുരം അതോടൊപ്പം ഉപഹാരങ്ങൾ സമർപ്പിക്കാനുള്ളവർ ഓരോരുത്തരായി വന്ന് സമർപ്പിക്കുക. JC ഡാനിയൽ ഫൗണ്ടേഷനെ കുറിച്ച് ഒരിക്കൽ കൂടി പറയുകയാണ്. JC ഡാനിയൽ ഫൗണ്ടേഷൻ സോന എസ് നായർ. ഈ ഒരു ദിവസം വിസ്മരിക്കാനാകാത്ത വ്യക്തിയാണ് ശ്രീമതി സോന എസ് നായർ. മലയാള സിനിമയുടെ പിതാവായ JC ഡാനിയലിന്റെ നാമധേയത്തിൽ കഴിഞ്ഞ 20 വർഷക്കാലമായി എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ പ്രതിമയോടനുബന്ധിച്ച് JC ഡാനിയൽ ഏവരുടെയും ശ്രദ്ധ ഞാൻ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീ പ്രേംകുമാർ സാറ് നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഹാരിസ് ഡാനിയൽ സാറിന്റെ നവതി ആഘോഷത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം കുടുംബത്തോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 2 വാക്ക് സംസാരിക്കുന്നതിനായി അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓക്കെ, ഇനി ഒരു സ്റ്റില്ലൂടെ എടുത്തോ. ഫോട്ടോ
നമ്മൾ രണ്ട് എൻ്റെ ചേട്ടൻ ചേച്ചി മത്സ്യമാണ്. കൂട്ടുവളയിട്ട് വെള്ളി മണിക്കച്ചനോറിയുന്നു കാസവണി മണിക്കച്ചനോറിയുന്നു. ഇടയിലായി പോവും. അങ്ങനെ എടുത്തുകൂടാ, ഡേഞ്ചറാ, ഇടയിലായി പോവും. തുറക്കും പതുക്കെ തുറക്കും. റെസിഡൻസി ഹോട്ടൽ റെസിഡൻസി തിരുവനന്തപുരം. ഞാൻ ബോർഡിലോട്ട് എടുത്തോട്ട് പെരിയാറേ പെരിയാറേ പർവ്വതനിരയുടെ പള്ളിയിലെ പുഴയും കൊണ്ട് പൂങ്ങി നടക്കും മലയാളി ഒരു മലയാളി പെരിയാറേ പെരിയാറേ പർവ്വതനിരയുടെ പള്ളിയിലെ പുഴയും കൊണ്ട് പൂങ്ങി നടക്കും മലയാളി ഒരു മലയാളി പൊന്നലകൾ ഞൊറിഞ്ഞൊടുത്ത് പോകാനൊരുങ്ങുകയാണല്ലോ. പൊന്നലകൾ ഞൊറിഞ്ഞൊടുത്ത് ഓടാനൊരുങ്ങുകയാണല്ലോ. പെരുമാളും ശിവരാത്രി പാലേണം മലയാറ്റൂർപ്പള്ളി പെരുമാള് കൂടണം ശിവരാത്രി കാണണം ശിവരാത്രി കാണണം പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ മലയാളി പെണ്ണാണ് ഒരു മലയാളി പെണ്ണാണ്. നാടാകെ തെളിനീരിൽ നൽകേണം നാടോടി പാട്ടുകൾ പാടേണം. നാടാകെ തെളിനീരിൽ നൽകേണം നാടോ